Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജുജുട്സു കൈസൻ മൊഡ്യൂളുടെ ആദ്യ ചാപ്റ്ററിൻ്റെ പാർട്ട് 2ൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ചാപ്റ്റർ 2 ഉം 3ൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഉടനെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്ന് കോട്ടപ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതും കൂടെ ചെയ്തേക്കാം. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് താഴത്തെ ആ ഒരു ഹൈ ബട്ടൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ആ ഒരു പയ്യനെ ആ ഒരു കൈ വന്ന് തട്ടിക്കൊണ്ട് പോയത്. ഇത് കാണുന്ന തുഷികരിക്ക് ഒരു കാര്യം മനസ്സിലായി. അവരിപ്പോൾ നേരിടാൻ പോകുന്നത് ഒരു ടോപ്പ് ടയർ ഉള്ള കേഴ്സ് യൂസറായിട്ടാണ്, അതും സ്പെഷ്യൽ ട്രാൻസ്ഫറബിൾ ബാരിയർ മാജിക് യൂസ് ചെയ്യുന്ന ഒരാളുടെ. അപ്പോൾ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്, മാറു യൂക്ക, ഞാൻ എന്തായാലും അതിൻ്റെ പുറകെ പോകാൻ പോവാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉസിമെടുക്കെ പോയി റിപ്പോർട്ട് ചെയ്യാൻ നോക്ക്. അല്ല നിക്ക്, ഞാനും വരുന്നുണ്ട്. എന്തിനി? നീ വരിയൊന്നും വേണ്ട. അതൊന്നും അങ്ങനെ പറഞ്ഞത്, കാര്യം ഞാൻ നിന്നെക്കാട്ട് സ്ട്രോങ്ങർ ആണെന്ന് നിനക്ക് അറിഞ്ഞൂടെ. ഇത് കേൾക്കാൻ നേരത്ത് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആ ഒരു കൈ പെട്ടെന്ന് ഒന്ന് അവനെ കയറിപ്പിടിച്ച് അവനെയും അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവനെ കട്ടാന നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. അവനെ കട്ടാന കൊണ്ടുപോയിട്ടില്ല, കാര്യം അതൊരു കേസ് ടൂൾ ആയതുകൊണ്ടാണോ? മാറു, എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാരിയർ കുറേ അധികം കേസ് എനർജിയുള്ള എല്ലാവരും റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് സോസറേഴ്സിനും ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞത്. അതിങ്ങനെ ശരിയാകും. തുഷുഗിരി അവനൊരു സോസറർ അല്ലേ? അതെ, പക്ഷേ എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയുള്ള കേസാണ്. പുള്ളിക്കാരൻ ഒരു സോസറർ ആണെങ്കിലും പുള്ളിക്കാരന് കേഴ്സ് എനർജി ഒന്നും ഇല്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഒരു കേഴ്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. അയ്യോ, അത് പ്രശ്നമല്ലേ? കാര്യം അവൻ്റെ കയ്യിൽ ടൂളും ഇല്ല. അതുമല്ല, അവനെ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടിയല്ല എവിടേക്ക് പോയത്. അവൻ എന്തെങ്കിലും പറ്റുകയും അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സമയത്ത് ഹൺഡ്രേസും പ്രേ ആകാറുണ്ടല്ലോ. നമുക്ക് എന്തായാലും തുഷിഗിരി പറഞ്ഞ പോലെ ഉസുമെടുക്കെ പോയി റിപ്പോർട്ട് ചെയ്യാൻ നോക്കാം. ബാ, എന്നാലും ഇന്നത്തേക്ക് അത് മതി. നീ അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? എങ്ങനെ? എവിടേക്ക് പോയി ഹെൽപ്പ് ചെയ്യാനായിട്ട്? എനിക്ക് വേറെ പണിയുണ്ട്, നീ ഇന്ന് വന്നേകൂടാ. അവൻ എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇല്ല, നീ തന്നെ കേട്ടല്ലേ, അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ ഹറാസ്റ്റ് ആയിട്ടാണ് പോയത്. എന്തായാലും ആ കട്ടനെ കൊണ്ടുപോയില്ല, നന്നായി. അവൻ അത് തന്നെ വേണം. അപ്പോൾ നമ്മൾ ഉസുമെടുക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഹെൽപ്പ് കിട്ടുമോ? ഇപ്പം തന്നെ ഹെൽപ്പ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ. പുള്ളിക്കാരൻ ഇപ്പോൾ ടോക്കിയോളാണ്. സോ ഇവിടെ ഏതെങ്കിലും സോഴ്സറേഴ്സ് ഫ്രീ ആണെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടത്തുള്ളൂ. അതെങ്ങനെ ശരിയാകും? നീങ്ങി വന്നേ, നമുക്ക് തന്നെ അവനെ പോയി രക്ഷിക്കണം. എന്തിനി യൂക്ക, ഞാൻ ഒരു കാര്യം പറയാം. തോഷിഗിരി എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ലൈഫ് ഫുള്ള് നീ അത് റിഗ്രറ്റ് ചെയ്യുന്നതായിരിക്കും. അവന് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ? പക്ഷേ അവൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കുന്നില്ല. അത് നിന്റെ ഒരു ബ്രദറാണെന്ന് ആലോചിച്ചോ. അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ നോക്ക്. എന്തുമാത്രം വഴക്കിട്ടാലും എന്തുമാത്രം ഇൻസൾട്ട് ചെയ്താലും ഒരിക്കലും ഒരു ബ്രദറിനെ ഇതേപോലെ കേഴ്സ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടല്ല നീ ഇന്ന് പരിചയപ്പെട്ടിട്ട് നീ എൻ്റെ നേരെ നിന്റെ ഐഡിയൽസായിട്ട് വരുന്ന. എൻ്റെ ഐഡിയൽസിന് എന്താണ് പ്രശ്നം? ഞാൻ എൻ്റെ ഐഡിയൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, പകരം എനിക്ക് വേണ്ടിയാണ്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ അത് എന്നെയാണ് വേദനിപ്പിക്കുന്നത്. ആൻഡ് അങ്ങനെ വേദനിപ്പിച്ച് ഞാൻ ഹ്യൂമിലേറ്റഡ് ആകും, എനിക്ക് വേദനിക്കും, എനിക്ക് നന്നായിട്ട് എന്നെ വേദനിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കോരെന്ന് പറയുന്നത്. നീ നിന്റെ ഐഡിയൽസ് ഗീവ് അപ്പ് ചെയ്താലും അതൊരു കുഴപ്പമില്ല. നിനക്ക് വേദനിച്ചാലും നീ ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടാലും അതും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനിതുവരെ എൻ്റെ ബ്രദറിൻ്റെ കാര്യത്തിൽ വിട്ടുകൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ നീ വിട്ടുകൊടുക്കാൻ പാടില്ല. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അവനെ രക്ഷിക്കുന്നതല്ല. പക്ഷെ അവൻ്റെ മൂന്തക്കെട്ട് എനിക്കൊരെണ്ണം കൊടുക്കണം. അങ്ങനെ പറ, ബാ പോവാ. നിനക്കറിയാലോ, കൈയോട്ടുള്ള റോഡല്ല ഒരു ഗ്രിഡ് പാറ്റേണിലാണ് സെറ്റാക്കിയത്. അതും എൻ്റെ കേഴ്സ് എനർജി എൻ്റെ ബാരിയർ ടെക്നിക്ക് യൂസ് ചെയ്ത്. അതുകൊള്ള അതിന് നീ തൊട്ട് ജുജുട്സു ഹൈൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുന്നത്. നീ എന്താടാ മണ്ടനാണ്? ജുജുട്സു സോഴ്സസിൻ്റെ അടുത്ത് തന്നെ ഇതൊക്കെ കൊണ്ട് വെക്കാനായിട്ട് മണ്ടനാ? നീ അവിടെ അടങ്ങി നിൽക്കാൻ നോക്ക്. നീയാണ് എൻ്റെ ട്രാപ്പിലേക്ക് വന്ന് ആദ്യം തന്നെ വീണത്. പിന്നെ ഞാൻ എന്തായാലും ഈ ഹ്യൂമൻ ട്രാഫിക്കൊക്കെ അവസാനിപ്പിക്കാൻ പോവാണ്. നീ ഒരു സോഴ്സറല്ലേ, അതുകൊണ്ട് ഞാൻ കേട്ട കുറച്ച് കാര്യം നിന്നോട് പറയാൻ പോയാണ്. കേട്ടതോ? എങ്കിൽ പറ. ഏലിയൻസ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പം നീ ബുദ്ധി കൂടിപ്പോയ കൂട്ടത്തിലുള്ളവരാണല്ലേ. ഞാൻ നിന്നോട് കളിയാക്കാൻ പറഞ്ഞൊന്നുമില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാദ്യം. ഇൻസ്പെക്ടർ ജനറൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏലിയൻസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഗ്രേഡാണ്. ആൻഡ് ആ ഒരു ഗ്രേഡ് ആൻഡ് ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 68 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ റയോമൻസുക്കിനിട അതേ പാറിൽ വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. റയോമൻസുക്കിനിട അത് ഇമ്പോസിബിൾ ആണ്. അവനൊരു മോൺസ്റ്റർ ആയിരുന്നു. പക്ഷേ ഇതെങ്ങനെ സാധ്യമാകും? ഈ കാര്യം കൊയോട്ടയിലുള്ള പാരാനോമൽ സെക്യൂരിറ്റി അറിഞ്ഞതിന് ശേഷം ഈ ഏലിയൻസിൻ്റെ ഫുൾ കാര്യം ജപ്പാൻ മാത്രമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കൾച്ചറൽ ബാരൽസ് യൂസ് ചെയ്ത് ഈ പ്ലാൻസിൻ്റെ അതത്ര നന്നായിട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഏലിയൻസ് ഓൾറെഡി എർത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് നാൾ കഴിയുന്നിടത്ത് ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടും. അതുമാത്രമല്ല, ജപ്പാൻ്റെ ട്രൂ കളേഴ്സ് ഈ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വരികയും ചെയ്യും. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് ഓൾറെഡി 67 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കള്ളിങ് ഗെയിംസിനെ പറ്റി നന്നായിട്ട് തന്നെ അറിയാമായിരിക്കുമല്ലോ. സാത്രോഗോജയും യൂജി തദറിയും ഇവരെല്ലാം കൂടെ അത് നിർത്തിയിരുന്നു. പക്ഷേ ഇന്ന് ജപ്പാനിൽ അവരെ പോലെ ആരെങ്കിലും ഉണ്ടോ? അതും കൂടെ കഴിയാൻ നേരത്ത് ഈ ലോകത്തിന് മനസ്സിലാവും ജപ്പാനിലുള്ളവർ ഇപ്പോൾ വീക്കുള്ള സോഴ്സറേഴ്സ് ആണെന്ന്. അത് കഴിഞ്ഞാൽ ഈ ബിസിനസ് എല്ലാം അവസാനിപ്പിച്ചു. ജപ്പാനിലെ ആൾക്കാരുടെ വില താഴത്തേക്ക് കുതിക്കും. സോ പിന്നെ എനിക്ക് പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നിന്നെയും കൂടെ വിറ്റ് എൻ്റെ പ്രോഫിറ്റ് മാക്സിമം ഉയർത്താൻ നോക്കുവാണ്. സുവിനെൻ്റെ ലൈഫ് സ്പെയർ ചെയ്യും. കാര്യം ഞാനൊരു കൊമോഡിറ്റി ആയതുകൊണ്ട് തന്നെ. അല്ല, നീ എന്താ പ്ലാൻ ചെയ്യുന്നത്? എന്നെ ആ പിള്ളേരോട് വിൽക്കാനായിട്ടാണ്? അങ്ങനെയല്ല,
നീ കണ്ടില്ലേ, ഞാൻ ഓൾറെഡി ഈ പിള്ളേരെയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. നീ ഒരു സോർസറാണ്, പക്ഷെ നിനക്ക് വീക്കായുള്ള കഴിച്ച എനർജി ഉണ്ട്. അതുകൊണ്ട് ഒരു ഓപ്ഷനിൽ ഞാൻ എന്തായാലും നിന്നെ വെക്കുന്നതായിരിക്കും. പിന്നെ ഈ പിള്ളേർ കാര്യം ഇത് ശരിക്കും ആനോയിങ് ആണ്. ഞാൻ എന്തുമാത്രം സംസാരിക്കുമോ അത്ര എനിക്ക് ഇവന്മാരോടുള്ള ദേഷ്യം വന്നുകൊണ്ടേയിരിക്കും. സോ നീ പേഴ്സണലി പറഞ്ഞു വരുന്നത് നീ ഒരു പത്തറ്റിക്കുള്ള ഒരു അഡൽട്ട് ആണെന്നാണ്. അതും ഒരു മര്യാദക്ക് ഒരു ജോബ് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ ഈ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്നത്. ഇത് കേൾക്കാൻ നേരത്ത് പെട്ടെന്ന് അവൻ വന്ന് എന്നാണ്ട് തൂഷുകരനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നീ കൂടുതൽ കളിക്കല്ലേ, നിനക്ക് എന്നെ അറിഞ്ഞുവിടുന്നു പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് തന്നെ തൂഷുകരനെ പിടിച്ച് ഇടിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അവനോട്ട് ചവിട്ടുന്നുണ്ട്, കുറേ ചവിട്ടിട്ട് പറയുന്നുണ്ട്, എന്താടാ നീ കരയുന്നില്ലേ, കരയടാ, നീ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കരയാൻ പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ചവിട്ടുന്നു. എന്നിട്ട് പറയും ചെയ്യും, നിന്നെ രക്ഷിക്കാൻ ഇവിടേക്ക് ആരും വരില്ലെന്ന് പറയുന്നിടത്താണ് പെട്ടെന്ന് ആ ഒരു ഡോർ തെറിച്ചു വന്ന് അവനടിച്ചുകൊണ്ട് നേരെ തെറിച്ച് ബാക്കിലേക്ക് പോകുന്നത്. ആൻഡ് അത് നമ്മുടെ UK മാറുമായിരുന്നു. ഇത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും ശരിക്കും ഞെട്ടി. തൂഷുകരി, നീ ഒരു ബയോളജിക്കൽ സിബ്ലിങ്സ് അല്ലേ? അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കേസ് ടെക്നിക്ക് യൂസ് ചെയ്താൽ ദി വേൾഡ് ഇൻ ടു ദി ഹാർമണി. എൻ്റെ കേസ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ബാലൻസ് ആണ്, ഒരു ബാലൻസ് CK. അതായത് നിനക്ക് പറ്റിയ അതേ ആൾ തന്നെ എനിക്ക് കണ്ടെത്താൻ സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ നിന്റെ ബ്രദർ അല്ല തൂഷുകരിനെ എനിക്ക് കണ്ടെത്താൻ സാധിക്കും. അല്ല, നീ കേസ് എനർജി യൂസ് ചെയ്യുന്നത് അത് അത്ര നല്ലതാണോ? കുഴപ്പമില്ല, ഇച്ചിരി യൂസ് ഉള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് തന്നെ തൂഷുകരി അവൻ്റെ കയ്യിലുണ്ടാകുന്ന ആ കെട്ട് പൊട്ടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, മര്യാദക്ക് ആ പിള്ളേരെ തരാൻ നോക്ക്. ആ ടൈമിലാണ് കാണുന്നത്, തൂഷുഗിരി ബാ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇത് കേൾക്കാൻ നിർത്ത് തൂഷുഗിരി ഞെട്ടി, മാറും നന്നായിട്ട് ഞെട്ടി. പിന്നെ വർത്താനൊന്നുമില്ലായിരുന്നു, അവരുടെ ആ ഒരു ഫൈറ്റ് അങ്ങനെ തുടങ്ങുമായിരുന്നു. അവൾ കുറേ അധികം അറ്റാക്ക് തൂഷുഗിരിയുടെ നേരെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ സക്സസ്ഫുള്ളി തന്നെ അതെല്ലാം ബ്ലോക്ക് ചെയ്ത് അവസാനം ഒരു കിടിലം ബ്ലോക്ക് ചെയ്ത് അവളുടെ മുഖത്തേക്ക് ഇടിച്ച് അവിടെ തെറിപ്പിക്കുന്നുണ്ട്. അവളാട്ടെ താഴെ വീഴുകയും ചെയ്തു. അവൾക്ക് ഒരു കാര്യം നന്നായിട്ട് തന്നെ അറിയാം, കാര്യം അവളെ കേട്ടു എന്തുകൊണ്ട് സ്ട്രോങ്ങർ അവളുടെ ബ്രദർ ആണെന്ന്. കാര്യം അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നാൽ ആ ഒരു ഇടി കിട്ടിയ അടുത്ത സെക്കൻഡ് തന്നെ അവൾ ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടു, സോ ഇവനല്ല ബാഡ് ഗൈ, നീ മര്യാദയ്ക്ക് നിർത്തിക്കോ, ഞാനിതാ വരുന്നെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ സാവേജ് ജോ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് അവനെ, അതായത് നേരത്തെ കാണിച്ച അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അവനൊരു കാര്യം മനസ്സിലായി, ഇവളൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ പുള്ളിക്കാരുടെ കേസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ബാക്കിലേക്ക് ചാടി ഇവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതായിട്ട് അവൾ നന്നായിട്ട് തന്നെ ബ്ലോക്കിംഗ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പൊ അവൻ യൂസ് ചെയ്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് പോലെയാണ്. ആൻഡ് ഇത് യൂസ് ചെയ്താണ് ബാക്കിയുള്ളവരെ കിഡ്നാപ്പ് ചെയ്യുന്നത്. ഈ സമയത്ത് തുഷുകരി പറയുന്നുണ്ട്, മാറു ആ കട്ടാനും കിട്ടാന്നെ, എനിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ഒരു സൗണ്ട് കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് തുഷുകരി പറയുന്നുണ്ട്, എൻ്റെ കേസ് ടൂളിനെ പറ്റി ഹുണോയാഗി എന്നാണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള സ്പാർക്സ് ഒരു വലിയൊരു തീ തന്നെ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവിടെ തീ പടരും. അവൻ്റെ കയ്യിലും ബാക്കിയുള്ള എല്ലായിടത്തും തീ പടരും. ഈ ടൈമിൽ തന്നെ പെട്ടെന്ന് ഒരു സാവേജ് ജോ സ്ട്രൈക്ക് യൂസ് ചെയ്ത് അവനങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അവനങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മാറുവിൻ്റെ തലയിൽ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മാറു പറയുന്നത്, വാ അപ്പോൾ ബാക്കിയുള്ളവർ രക്ഷിച്ചാലോ, വെയിറ്റ് ചെയ്യ്, നമുക്ക് വേറെ ആരെങ്കിലും വിളിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ആ സമയത്ത് അവൻ പറയും ചെയ്യും, യൂക്ക നീ ശരിക്കും സ്ട്രോങ് അറിയാം കേട്ടോ, ഞാൻ എന്തായാലും കുറച്ചുകൂടെ സ്ട്രോങ്ങറെ കഴിയാൻ നിർത്തി, എനിക്ക് ഇറങ്ങി നിനക്ക് തിരിച്ചു തരാൻ പറ്റും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ തുഷുഗിരിനാണ്. പുള്ളിക്കാരന് 7 വയസ്സായിരുന്നു. ആൻഡ് പുള്ളിക്കാരന് ഏറ്റവും കൂടുതൽ ഹാങ് ഔട്ട് ചെയ്തിരുന്നത് നമ്മുടെ ഗ്രാനിയായിട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ മാക്കിയായിട്ടായിരുന്നു. മാക്കി അവനോട് പറയുന്നുണ്ട്, തുഷുഗിരി നീ ശരിക്കും എന്നെ പോലെ തന്നെയാണ്, നീ ശരിക്കും സ്ട്രോങ്ങർ ആവും, പക്ഷേ നീ ഒരു ഡബിൾ എഡ്ജ് സോഡായിരിക്കും. അതുകൊണ്ട് നീ എപ്പോഴും സൂക്ഷിച്ച് മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ഈ സമയത്താണ് നമ്മുടെ യൂക്കയ്ക്ക് ആ ഒരു റിങ് നമ്മുടെ അപ്പൂപ്പൻ, അതായത് യൂട്ട കൊടുക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഈ ടൈമിൽ അവൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മാക്കി പറയുകയും ചെയ്യും, നിനക്ക് നിങ്ങളുടെ റിങ്, ആ റിങ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ചാമാണ്, അത് ഡേഞ്ചർ ഉള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. പക്ഷേ തുഷുഗിരി നീ സ്ട്രോങ്ങർ അല്ലേ, അതുകൊണ്ട് നിനക്കത് വേണ്ട. പിന്നെ കാണിക്കുന്നത് അവൻ്റെ അമ്മ, അതായത് തുഷുഗിരിൻ്റെ അമ്മ ആ ഒരു റിങ് അവന് കൊടുക്കുന്നതാണ്. പക്ഷെ അവൻ ചോദിക്കുന്നുണ്ട്, എന്തിന്, ഇത് എനിക്കല്ലല്ലോ വേണ്ടത്, ഇത് അവൾക്കല്ലേ. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇത് ഗോജോ ക്ലാൻ്റെ ഡിസിഷനാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവൻ വേഗത്തിൽ ഓടുന്നതാണ്. അവൻ കരയുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഗ്രാനിയുടെ മകനാണ്, എനിക്കിതൊന്നും വേണ്ട, എനിക്കൊരു പ്രൊട്ടക്റ്റീവ് ചാവും വേണ്ട, ഞാൻ ശരിക്കും സ്ട്രോങ്ങർ ആവും, എന്നിട്ട് ഞാൻ എല്ലാവരും കൊണ്ട് പറയിപ്പിക്കും ഞാൻ മാക്കിയുടെ ഗ്രാൻഡ് സൺ. അത് കഴിയുമ്പോൾ യൂക്ക ഞാനത് നിനക്ക് തിരിച്ചു തരും, അത്ര നാൾ നീ വെയിറ്റ് ചെയ്യണേ. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് യൂക്ക പറയുന്നുണ്ട്, നീ അത് ശരിക്കും പറഞ്ഞതാണോ. ഈ ടൈമിൽ തന്നെ ആ ഒരു വില്ലൻ അവിടുന്ന് എഴുന്നേക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, മന്ദബുദ്ധികളെ നീയൊക്കെ തീർന്ന്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു ബാരിയർ ടെക്നിക്ക് പുള്ളിക്കാരെ യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത് അവിടെയുള്ള എല്ലാവരും ഇൻക്ലൂഡിങ് ആ പിള്ളേരെ അവനവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നെന്ന് മനസ്സിലാക്കി അവർ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ എഴുന്നേക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ഓൾറെഡി ഒരു ബയറിനെ കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നതാണ് ഒരു കണ്ണ് പതുക്കെ തുറക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് നമ്മൾ കാണുന്നത് നമ്മുടെ മാറൂനെയാണ്. പുള്ളിക്കാരൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ഒരു 3ാമത്തെ കണ്ണായിരുന്നു. അതിൻ്റെ കണ്ണിൻ്റെ പവർ അവൻ്റെ മേത്ത് വന്നിടിച്ച് അവൻ്റെ ബോധം കിട്ട് അവൻ നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഈ സമയത്ത് അവൾ ഞെട്ടി, മാറു അതെന്തായിരുന്നു. ആ ടൈമിൽ തുഷുഗിരി അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല മാറു
നീ ഒരു ഏലിയൻ ആണോ? അങ്ങനെയാണ് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത് ഗൈസ്. ഇനി എന്തായാലും അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഉടനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതൊന്ന് മിസ്സാക്കിയിരിക്കും വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.